കുറെ നാളായില്ല ഇതിന്റെ പുറകെ നടക്കണം. സ്ക്രീനിലൊന്ന് കാണാൻ പറ്റുമെങ്കിൽ അമ്മേനെ ഒന്ന് കാണിച്ചു കൊടുക്കാലോ. അമ്മയുടെ മോനെ അഭിനയിച്ച പടാന്ന് പറഞ്ഞോണ്ട്. ഇത്രയും നാളെ കുറെ ഓഡീഷനൊക്കെ അറ്റൻഡ് ചെയ്തെങ്കിലും ഇത്തവണ ഒരു കോൺഫിഡൻസ് ഒക്കെ തോന്നണേ. അതെന്തേ? ഇത്തവണ ആ പടത്തിൽ അസിസ്റ്റന്റ് ആയിട്ട് നീ ഉണ്ടല്ലോ. ഓ അങ്ങനെ. ഇതിന് മുമ്പേ ഒരു പടത്തിന്റെ ലാസ്റ്റ് സ്റ്റേജ് ഓഡീഷൻ വരെ എത്തിയതാ. പക്ഷെ അത് കിട്ടിയത് അതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർക്ക് പരിചയമുള്ള പയ്യനായിട്ട്. അപ്പൊ ഈ തവണ അങ്ങനെ ഉണ്ടാവാണെങ്കിൽ റെക്കമെൻഡ് ചെയ്യാൻ നീ ഉണ്ടല്ലോ. അല്ല, നിനക്ക് എങ്ങനെയാ സാറിന്റെ പടത്തിൽ അസിസ്റ്റന്റ് ആയിട്ട് കിട്ടിയത്? ഞാൻ കുറച്ച് നാളായി സാറിനോട് കൂടിയിട്ട്. പിന്നെ പടം ഓണായി കഴിഞ്ഞപ്പോൾ സാറിന് അസോസിയേറ്റ് വിളിച്ചു. അതേതായാലും നന്നായി. ഇൻ കേസ് എനിക്ക് കിട്ടുകയാണെങ്കിൽ സെറ്റിൽ പരിചയമുള്ള ഒരാളുള്ളത് നല്ലതല്ലേ. കുറച്ച് പ്രിവിലേജ് ഒക്കെ ഉണ്ടാവും. എടാ, എനിക്ക് വിഷമാവില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്താ? ഈ പടത്തിന്റെ കാസ്റ്റിംഗ് ഒക്കെ ഏകദേശം ഫുള്ളായതാ. പിന്നെ ഈ ഓഡീഷൻ തന്നെ പ്രൊഡ്യൂസറിന്റെ ഒരു നിർബന്ധം കൊണ്ടാ. വെറുതെ ഒരു പ്രൊമോഷൻ. അപ്പൊ ഇതും ബാക്കിയുള്ള ഓഡീഷൻ പോലെ തന്നെയാണല്ലേ? എനിക്കിതിൽ വലിയ റോളൊന്നുമില്ല. ഒരു ക്രൗഡ് കൺട്രോളിങ് പരിപാടി. പിന്നെ കുറെ നാളായാലും പുറകെ നടക്കണം. അതുകൊണ്ട് അങ്ങനെ. എന്നെ കണ്ടപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇതിലെങ്കിലും രക്ഷപ്പെടുന്നു വിചാരിച്ചു. എടാ, ഇനി ബാഡാവല്ലേ? ഇതല്ലെങ്കിൽ വേറൊന്ന്, അത്രേ ഉള്ളൂ. അതൊക്കെ അത്രേ ഉള്ളൂ. ഇതൊന്നും ഞാൻ വിടാൻ പോണില്ല. ട്രൈ ചെയ്തോണ്ടിരിക്കും. എന്നാലും ഞാൻ കാര്യം ചെയ്യണം എന്നോട്. ഞാനത് എന്തെങ്കിലും എൻ്റെ കാര്യം ചെയ്യാൻ പറ്റുമോ? എടാ, മാക്സിമം എന്നെ കൊണ്ട് പറ്റാവുന്നത് നീ ജൂനിയറായിട്ട് വന്നു കഴിഞ്ഞാൽ നിന്നൊന്ന് ഫ്രണ്ടിലേക്ക് നിർത്താൻ പറ്റും. അതുകൊണ്ടിപ്പോൾ എടാ, അതായാലും മതി. കുറെ നാളായില്ല ഇതിന്റെ പുറകെ നടക്കണം. സ്ക്രീനിലൊന്ന് കാണാൻ പറ്റുമെങ്കിൽ അമ്മേനെ ഒന്ന് കാണിച്ചു കൊടുക്കാലോ. അമ്മയുടെ മോനെ അഭിനയിച്ച പടാന്ന് പറഞ്ഞോണ്ട്.